പുല്ലുവഴി ജയകേരളം സ്കൂൾ 1955-56 അധ്യയന വർഷത്തിലാണ് ആരംഭിച്ചത്. 1957-ൽ ഹൈസ്കൂളായും 1992-ൽ ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർത്തപ്പെട്ടു. സ്കൂൾ ആരംഭത്തിൽ CN കൃഷ്ണൻ കർത്തയായിരുന്നു ഹെഡ് മാസ്റ്റർ. അദ്ദേഹം സർക്കാർ ജോലിയിലേക്ക് മാറിയപ്പോൾ KP ഗംഗാധരൻ നായർ ഹെഡ് മാസ്റ്ററായി ചുമതലയേറ്റു. 1961-ലാണ് ജയകേരളം സ്കൂളിലെ ആദ്യ 10ാം ക്ലാസ് ബാച്ച് പുറത്തിറങ്ങിയത്. ഈ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് 51 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പഴയ വിദ്യാലയത്തിൽ ഒത്തുചേർന്നത്. അന്ന് 55 പേരാണ് SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 12 പേർ പെൺകുട്ടികളായിരുന്നു. ഇതിൽ 4 പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരുന്നു. പഠനശേഷം പലരും പല വഴി രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ജീവിതം തേടിയും ഉപരിപഠനത്തിനും മറ്റും കടന്നുപോയി. കഴിഞ്ഞ 51 വർഷത്തിനിടയ്ക്ക് സഹപാഠികൾ ഒരിക്കൽ പോലും ഒരുമിച്ച് കൂടിയില്ല. ഈ സംഗമത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ ബാച്ചിൽ പഠിച്ചിറങ്ങിയ കാവാട്ട് KM മത്തായിയാണ്. സ്കൂൾ രജിസ്റ്ററിൽ നിന്ന് വിലാസങ്ങൾ തേടിപ്പിടിച്ച് ഇപ്പോഴത്തെ വിലാസത്തിലേക്കുള്ള അന്വേഷണം ആരംഭിച്ചു. അത് ഈ ഒത്തുചേരലിൽ പ്രാവർത്തികമായി. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ ആദ്യ ബാച്ചിലെ കുട്ടികൾ ആദ്യമായി ഇവിടെ സംഗമിക്കുന്നത്. ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ നല്ല ഒരു ശതമാനം ആളുകളെയും സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഇതിൻ്റെ പുറകിൽ ആസൂത്രണം ചെയ്യാനുള്ള പ്രയത്നം ചില്ലറയായിരുന്നില്ല. സ്കൂൾ രേഖകളിൽ നിന്ന് അഡ്രസ്സ് തരപ്പെടുത്തി ഓരോരുത്തരുടെയും വീടുകളും ഫോൺ നമ്പറുകളും അന്വേഷിച്ച് കഴിഞ്ഞ 4 മാസക്കാലത്തെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ സംഗമം വിജയപ്രദമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിച്ചത്. എല്ലാവരും വാർദ്ധക്യത്തിൻ്റെ സായാഹ്നത്തിൽ, രോഗങ്ങൾക്കും അവശതകൾക്കും നടുവിൽ. ഇതിനിടയിൽ 7 വിദ്യാർത്ഥികളും 8 അധ്യാപകരും പരലോകം പൂകി. ഈ ഒത്തുചേരലിൽ അന്നത്തെ അധ്യാപകരും എത്തിച്ചേർന്നു. ബോംബെയിലും മദ്രാസിലുമായിരുന്ന പലരും ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ നേരത്തെ എത്തി. ഇവർ സ്വയം പരിചയപ്പെടുത്തിയും തങ്ങളുടെ പഴയകാല സ്കൂൾ അനുഭവങ്ങൾ പങ്കുവച്ചും കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയും പരസ്പരം കൈകൊടുത്ത് പഴയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചും ബലൂണുകൾ വീർപ്പിച്ചും തട്ടിക്കളിച്ചും ഇവർ ആ പഴയ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായി മാറി. സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതിഷ് കുമാറും ഹെഡ് മിസ്റ്റേഴ്സ് NS ലത ടീച്ചറും അജിത ടീച്ചറും പഴയ ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇനിയും നമ്മൾ കണ്ടുമുട്ടും എന്ന ആശ്വാസ വാക്കുകൾ പരസ്പരം പറഞ്ഞ് അവർ പിരിഞ്ഞു. മെട്രോ ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.